ഒരു മരുന്നും അടിക്കാതെ തന്നെ വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ് പാവയ്ക്ക. പാവയ്ക്കയിൽ നല്ല പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പാൻക്രിയാസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാൻ, എല്ലാ രോഗങ്ങൾക്കും നല്ല പ്രതിരോധ ശേഷി നൽകുന്നതാണ്. ഒരു പാവയ്ക്ക തൈ വീട്ടിൽ വച്ചാൽ മതി. ഇത് നൈസായിട്ട് വട്ടത്തിലരിഞ്ഞ് ഒരു കയ്പ്പ് പോലും ഇല്ലാതെ ഇത് നന്നായിട്ട് കറി വെച്ചെടുക്കാം. നമ്മൾ കണവായും കൊഞ്ച് റോസ്റ്റ് ചെയ്യണത് പോലെ ഇതെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അതിനുവേണ്ടി ഇത് വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം പീസുകളൊക്കെ ഇട്ട് നമുക്ക് ആദ്യം കറി വയ്ക്കാം. ഇതുപോലെ സവാളയും കോവയ്ക്കായും ആദ്യം അരിഞ്ഞു വയ്ക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ചൗചൗ എന്നൊരു പച്ചക്കറിയാണ് ഇടുന്നത്. പകുതി അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞു വച്ചിട്ടുണ്ട്. പച്ചമുളക്. അടുപ്പത്ത് എണ്ണ വച്ച് ചൂടാകുമ്പോൾ ആദ്യം കടുകിട്ട് പൊട്ടിക്കണം. കടുകിൽ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയതാണ്. കടുക് നല്ലതാണ്. അതിലേക്ക് കറിവേപ്പില ഇടണം. വറ്റൽമുളക് വേണമെങ്കിൽ ഇടാം, ഞാനത് ഇടുന്നില്ല. പച്ചമുളക് ഇടാം, സവാള ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ പാവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കണം. രണ്ടും കൂടി കിടന്ന് മുരിഞ്ഞ് വരത്തക്ക രീതിയിൽ വഴറ്റിയെടുക്കണം. അത് വഴന്ന് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും രണ്ടും കൂടി മൊരിയണം. സവാള മാത്രം ഇടേണ്ട ആവശ്യമില്ല, രണ്ടും കൂടി ഇട്ട് ഈ പാവയ്ക്കയുടെ കയ്പ്പ് മാറും. ഇതുപോലെ നന്നായിട്ട് ഹൈ തീയിൽ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ തീയിലിട്ട് വഴറ്റിയാൽ മതി. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഉപ്പും കൂടി ഉടനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് മൊരിഞ്ഞ് കളർ മാറി വരും. വന്നതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് ചെറുതീയിൽ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ തീയിലിട്ട് തന്നെ വഴറ്റിയെടുക്കാം. എന്നിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഈ ചൗചൗ കായം കൂടി ഇട്ട് കൊടുക്കണം. ഇത് മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും. മരുന്നടിക്കാത്ത നല്ല കെമിക്കലുകളൊന്നും ചേരാത്തതാണ് ഈ ചൗചൗ. അതുകൊണ്ട് ചട്നി ഉണ്ടാക്കിയത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും ഇട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളം പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം. ചെറുനെല്ലിക്കായേക്കാളും കുറച്ച് മതിയാവും. പുളി കൂടി പിഴിഞ്ഞ് ഇതിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇനി മഞ്ഞൾപ്പൊടി മീതെ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി വേണ്ട, മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യാനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇത് ഒന്ന് ചെറുതായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആദ്യം ഒരു പൊടിച്ച ശർക്കരയാണ് മാർക്കറ്റിൽ നിന്ന്. ഇതിൽ കല്ലൊന്നും ഇല്ല. ഇതിട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് വഴറ്റിയിട്ട് 1 ടീസ്പൂൺ കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഈ പാവയ്ക്കയുടെ കയ്പ്പും അനുഭവപ്പെടില്ല. ചേർത്ത് ചെറുതീയിലിട്ട് വച്ചെടുക്കണം. എന്നിട്ട് വെള്ളം വറ്റിച്ച് എടുക്കാം. നല്ല ടേസ്റ്റി, നല്ല ഹെൽത്തിയുമാണ്.